ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺസ്. ഉമ്മച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയൊരു വിഭവമായിട്ടാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ചക്കക്കുരു നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും നമ്മുടെ വിഭവം എന്നുള്ളത്. ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളിടുന്ന എന്താ പറയുക രുചിക്കൂട്ടുകളൊക്കെ നിങ്ങളുടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഉമ്മച്ചി ഇതേ ചക്കക്കുരു തകൃതിയായിട്ട് ഇങ്ങനെ നന്നാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ചക്കക്കുരു ഇതിനായിട്ട് എങ്ങനെയാണ് കഷ്ണങ്ങളാക്കുന്നതെന്നുള്ളത് നോക്കിക്കോളൂ. ഒരെണ്ണം എടുത്തിട്ട് മൂന്നായിട്ട് നടുവെ മുറിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാം അങ്ങോട്ട് മുറിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരൊക്കെ നല്ല കഷ്ണങ്ങളായിട്ടുള്ള സുന്ദരക്കുട്ടപ്പന ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ചക്കയുടെ ടൈമാണ്. അപ്പോൾ എല്ലാവരും ചക്ക കിട്ടും. അപ്പോൾ ചക്കക്കുരു അതുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു വിഭവം തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു ചക്കക്കുരു മസാലക്കറിയാണ്. നമ്മളൊരു ഇറച്ചി വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചക്കക്കുരു വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ചക്കക്കുരു കഷ്ണങ്ങൾ നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് വേവാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചക്കക്കുരു വേവിച്ചെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കുക്കർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ട ഉള്ളി ഇപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മസാലക്കറിക്ക് വേണ്ട ചക്കക്കുരു മസാലക്കറിക്ക് വേണ്ട നമ്മൾ തേങ്ങാക്കൊത്ത് എന്നാണ് നമ്മൾ പറയുക. അതിങ്ങനെ കഷ്ണിച്ചിടുകയാണ്. നമ്മൾ 10 ചക്കക്കുരു ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 20 ഉള്ളി, 2 കറിവേപ്പില, ഒരു തക്കാളി, ഒരു ചെറിയ ഇഞ്ചി, 3 പച്ചമുളക്, അത് എരിവ് അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് പൊടികൾ വേണം. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഏകദേശം വെന്തിട്ടുണ്ട്, നല്ല വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വിസിൽ വേണം ഇതിന്? 3-4. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ചക്കക്കുരു വേവാൻ എന്തോരം ആവശ്യമുണ്ടെന്നുള്ളതനുസരിച്ച് നമ്മൾ വേവിച്ചു. എടുത്ത് വെച്ചിരുന്നത് എല്ലാം നമ്മൾ നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വെറുതെ രണ്ടായിട്ട് അങ്ങനെ പിളർന്ന് ഇട്ടിട്ടേ ഉള്ളൂ. പച്ചമുളക് അതുപോലെ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യമായ മസാലകൾ ഇതൊക്കെയാണ്. നമുക്ക് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വേണ്ട. പിന്നെ അതുപോലെ തന്നെ മസാല പൊടിയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ, നിങ്ങളുടെ ഒരു ഏകദേശം എടുത്താൽ മതി. അര ടീസ്പൂൺ എടുത്തിട്ടില്ല, അതിനേക്കാളും കുറച്ച് താഴെയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാ മസാല ഒരുമിച്ചിടാവും. അപ്പോൾ എല്ലാ മസാല നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, ചിലപ്പോൾ സൗണ്ട് കേൾക്കാതെ വരാൻ സാധ്യതയുണ്ട്. നല്ല തകർത്ത മഴ പെയ്യാണ്. അപ്പോൾ നല്ല മസാലയൊക്കെ ഇങ്ങനെ ചൂടായിട്ട് നല്ല സ്മെല്ല്, നല്ല മണം വരുന്നുണ്ട് മസാലയുടെ. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ മസാല നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കടുകിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ കടുക് പൊട്ടിച്ചതിലേക്ക് ഇഞ്ചി ആദ്യം ഇടുകയാണ്. ഇഞ്ചി ചേർക്കുകയാണ്.
അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്തു, നന്നാക്കി വെച്ച ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിക്കുകയാണ്. ഉള്ളി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് എന്താ ഇടുന്നത്, തക്കാളി അല്ലേ. അപ്പോൾ നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്യാണ്. അപ്പോൾ തന്നെ ഉള്ളി മൂപ്പിച്ചതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഉള്ളി നല്ലപോലെ വെളിച്ചെണ്ണ വെന്ത് കിട്ടണം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തുകളൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇത്രയും കൂട്ടിയിട്ട് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരുവിടെ ആഡ് ചെയ്തു. തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് പാകത്തിനൊന്ന് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരുവിടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല അതിനകത്തോട്ട് ചേർക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ച അതിൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഗ്രേവി ആയിട്ടാണ് നമ്മളതിലേക്ക് ഒഴിക്കുന്നത്. നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മളിനി ഒന്ന് ഉപ്പുണ്ടോ നോക്കുകയാണ്. ഉണ്ടോ? ഇതിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം. ഓക്കെ, നമ്മുടെ കറി എന്തായി നമുക്കൊന്ന് നോക്കാം. നല്ലപോലെ തിളച്ച് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ഇറച്ചിക്കറിയുടെ മണം പോലെയാണ്, രക്ഷയില്ല. അതെ, ഉപ്പ് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കൂട്ടി വെക്കാം. ഞാൻ കൂട്ടാം, ഞാനിത് പിടിച്ചേക്കുന്നുണ്ടേ. ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കടുകും മുളകൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കടുകില്ല, പിന്നെന്താ? കടുക് നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് കടുക് ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കി ഒന്ന് കാണിക്കാമോ? അതും ഉള്ളി, മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ നേരത്തെ എടുത്ത് തന്നെ മാറ്റി വെച്ചാൽ മതി. അപ്പം ഒന്ന് അങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറിയിലോട്ടിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് ആ കറിയിലിട്ട് നമുക്ക് ഒഴിക്കാം. കറി ഇവിടെ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന ഉള്ളി, മുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്തൊക്കെ കണ്ടോ, തേങ്ങാക്കൊത്തൊക്കെ കൊണ്ട് ഇടുകയാണ്. അടിക്കാം. നമ്മുടെ ചക്കക്കുരു മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല കാണുന്നത് പോലെ തന്നെയാണ്, അത്രയ്ക്ക് നല്ല രുചിയാണ്. നമ്മൾ ഇറച്ചിക്കറി കൂട്ടുന്നതൊക്കെ പോലെ ഇരിക്കും ഏകദേശം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഇറച്ചിക്കറി കൂട്ടണമെന്ന് തോന്നുന്നവർക്ക് നമുക്ക് ചക്കക്കുരു കൊണ്ട് നല്ലൊരു ഇറച്ചി മസാലക്കറി പോലെ നമുക്ക് വെച്ചെടുക്കാം, ചക്കക്കുരു മസാലക്കറി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ചിട്ട് നമുക്ക് എൻ്റെ അഭിപ്രായമൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു രുചിക്കൂടുമായി നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.